നമസ്കാരം. പി സി ദേവസ്യ സാർ തൻ്റെ മൗലിക കൃതിയായ ക്രിസ്തു ഭാഗവതത്തിൽ ഹേരോദ് എന്ന പേരായ രാജാവിൻ്റെ സ്വഭാവ ചിത്രീകരണം വളരെ ഭംഗിയായി ആവിഷ്കരിക്കുന്നുണ്ട്. സ്നാപക യോഹനസ്യ വധ എന്ന അധ്യായത്തിൽ. അതാണല്ലോ നമ്മൾ ഏതാനും എപ്പിസോഡുകളിലായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചപല ചിത്തരായ രാജാക്കന്മാർ നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങളിലും ഒട്ടേറെ പേരുണ്ട്. മഹാഭാരതത്തിൽ അത് ദേവവ്രതൻ്റെ പിൽക്കാലത്ത് ഭീഷ്മരായി തീർന്ന ദേവവ്രതൻ്റെ പിതാവായ ശന്തനുവാണെങ്കിൽ രാമായണത്തിൽ അത് ദശരഥനാണ്. തൻ്റെ ഏറ്റവും പ്രിയതമയായ അല്ലെങ്കിൽ പ്രിയതരയായ ഭാര്യ കൈകേയിയുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് അദ്ദേഹം രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കുന്നു. അല്ലെങ്കിൽ രാമൻ 14 വർഷം കാട്ടിൽ അലയുന്നതിന് ഒരു കാരണക്കാരനായി തീരുകയാണ്. അതായത് ഒരാളുടെ സ്വാഭാവികമായ ജീവിതം തകർത്തെറിയപ്പെടുവാൻ കാരണക്കാരനായി തീരുന്നു. തൻ്റെ ചാപല്യമാണ് അതിനു കാരണം. അപ്പോൾ ഇവിടെ ഹേരോദ എന്നു പേരായ രാജാവിൻ്റെ സ്വഭാവ ചിത്രീകരണം ഏറ്റവും ഭംഗിയായി ആവിഷ്കരിക്കുന്ന സർഗത്തിലേക്ക് കടക്കുകയാണ്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനും സുഹൃത്തും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തും സംസ്കൃത ഭാഷാസ്നേഹി പൊതുപ്രവർത്തകനും മറ്റുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്നു പേരായ 10ാം തരം വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. അതുല്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ഇന്നും ഒരു സംഗതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ സ്ത്രീജിത്തൻ എന്ന ഒരു ആപ്റ്റായ എക്സാക്റ്റായ കൃത്യമായ ഒരു വിശേഷണം നൽകിക്കൊണ്ടാണ് ദേവസ്യ സാർ നമ്മുടെ ഹേരോദ് രാജാവിനെ വർണ്ണിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ ഇതിഹാസ കഥാപാത്രങ്ങളെ ഓർമ്മ വരുമല്ലോ. ഈ രാമനെ കാട്ടിലേക്ക് അയക്കുന്നതിന് കാരണമായ ദശരഥനാവട്ടെ, ഈ ഭീഷ്മരുടെ സ്വാഭാവിക ജീവിതത്തിന് തടയിട്ട അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശന്തനുവാകട്ടെ, നമുക്ക് ഒട്ടേറെ കഥാപാത്രങ്ങളെ നമുക്ക് ഇനിയും ഓർത്താൽ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. അതെ അതെ, ഇതെല്ലാം ഒരു അന്ധതയാണല്ലോ. ശരിക്കുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റാതെ തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നത് ഒരു അന്ധതയാണ്. ഈ അന്ധത ബാധിച്ച മനുഷ്യരാണ്. അതെ അതെ, അതായത് ഈ ചാപല്യം, ഞാൻ ആ സ്ത്രീജതഹ എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛന് ഓർമ്മയുണ്ടാകും. നമ്മൾ 2 വാക്കുകൾ പറഞ്ഞു. സ്ത്രീജതഹ എന്ന വാക്ക് കണ്ടപ്പോൾ അതിൻ്റെ അർത്ഥം സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ,
ഈ ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനെന്നർത്ഥം പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം അങ്ങനെയുള്ള ഒരു കീഴടങ്ങലോ ജയിക്കലോ പരാജയമോ ഒന്നും അത് പാടില്ലല്ലോ. പക്ഷേ ആ വാക്കിൻ്റെ മറ്റൊരു വിപരീത പദമാണ് ഇന്ദ്രിയജിതൻ. അവിടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ദ്രിയങ്ങളാൽ ജയിക്കപ്പെട്ടവനെന്നല്ല, ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്നവൻ. അത് ശ്രേഷ്ഠമായ വിശേഷണമാണ്. ഇത്തരം വിശേഷണങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നാപകൻ്റെ കഥയാണ്. മുനീന്ദ്രൻ, യതീന്ദ്രൻ എന്നൊക്കെ ദേവസ്യ സാർ വളരെ ആപ്റ്റായി വിളിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ കഥയാണ് നമ്മൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കി വരുന്നത്. അതിനാസ്പദമായ സർഗത്തിൻ്റെ പേര് സ്നാപക യോഹനസ്യ വധഃ. സ്നാപക യോഹനസ്യ ആഗമഃ എന്ന പേരിൽ മറ്റൊരു സർഗം കൂടിയുണ്ട് തുടക്കത്തിൽ. അപ്പോൾ 2 സർഗം ഇവിടെ മാറ്റിവെച്ചിരിക്കുകയാണ്. ദേവസ്യ സാർ വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരു പാത്രത്തിന് വേണ്ടി, നമ്മൾ ഈശോയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിന് വേണ്ടി ഒന്നിലേറെ സർഗം മാറ്റിവെക്കുന്നത് ആദ്യമാണ്. മറ്റൊരു ഉദാഹരണം ഗിരിപ്രഭാഷണമാണ്. ഒരു സംഭവം മാത്രം എടുത്താൽ ഗിരിപ്രഭാഷണം 2 സർഗത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കും. ഈശോയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കഥാപാത്രത്തിന് ഒന്നിലേറെ സർഗം അദ്ദേഹം മാറ്റിവെക്കുന്നത് യോഹന്നാന് വേണ്ടി. അതിനുവേണ്ടി സാറ് വില കൊടുക്കേണ്ടതും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുവിശേഷങ്ങളിൽ ഒത്തിരി മനോഹരമായിട്ടുള്ള വേറെ ഈശോയുടെ വചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 33 സർഗത്തിൽ ഒതുക്കുന്നതുകൊണ്ട് പലതും വിട്ടുകളയുന്നു എന്നത് എല്ലാം ഖേദകരമായ വസ്തുതയായി നിൽക്കുകയാണ്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ യോഹന്നാൻ പിന്നെ അച്ഛൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ സർഗമാണ്. മഹാകവിയെ കാണുന്ന അതെ 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 ഒരു വിവർത്തകനല്ല, ഒരു വിവർത്തകന്റെ റോളല്ല ഈ സർഗത്തില് ദേവസ്യ സാറ് നിർവഹിക്കുന്നത്. ഒരു മഹാകവിയുടെ റോൾ തന്നെയാണ്. അലങ്കാരങ്ങൾ കൊണ്ട് ഒരു മഹാകവിയെ. അതെ 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 പക്ഷേ അത്തരം ഒരു ആലങ്കാരികമായ പദങ്ങൾ ഒന്നും ഇല്ല, ഒരു വാക്ചാതുര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ തൽസ്ഥാനത്ത് ഏറ്റവും യോജിക്കുന്ന പദങ്ങൾ അദ്ദേഹം ചേർക്കുന്നുണ്ട്. ഉപമകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ട് 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 നമുക്കത് വഴിയെ കാണാനിരിക്കുകയുമാണ്. നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അവിടെ ഈ വധകൻ എന്നാണല്ലോ ആരാചാര്യ വിളിക്കുന്നത്. ആരാചാര്യ വിളക്കിൻ്റെ മങ്ങിയ വെട്ടത്തിൽ യോഹന്നാനെ കാണുമ്പോൾ ആ യോഹന്നാൻ അവിടെ മെലിഞ്ഞ ശരീരത്തോടു കൂടിയാണ് കാണുന്നത്. സൂക്ഷിച്ചു പോയി. അപ്പോൾ തളർന്ന ശരീരത്തോടു കൂടി അവിടെ കിടക്കുന്ന യോഹന്നാനെ കണ്ടുവന്ന് യോഹന്നാൻ അവിടെ എന്താണ് ചെയ്തത്? അവിടെ ആരാചാര്യ യോഹന്നാനെ കാണുമ്പോൾ യോഹന്നാൻ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ജാനുഭ്യാം നിശ്ചലം സ്ഥിത്വ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. ജാനുഭ്യാം നിശ്ചലം സ്ഥിത്വാ കൃത്വാ നമ്രം സ്വമസ്തകം നിമീല്യ നയനേ ദേവം ഭജന്തം മാനസസ്തവൈഃ. ഇവിടെ മുനിം അപശ്യത് എന്ന മുനി ശ്ലോകത്തോട് അന്വയിച്ചു വേണം നമുക്ക് ഈ ശ്ലോകം മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ മുനിയെ കണ്ടു. എങ്ങനെയുള്ള മുനിയെ കണ്ടു? ദേവം ഭജന്തം മുനിം അപശ്യത്. ഈശ്വരനെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന മുനിയെ കണ്ടു. ആരാചാര്യ കാണുമ്പോൾ അവിടെ സ്നാപക യോഹന്നാൻ അവിടെ ഈശ്വരനെ ഭജിക്കുകയാണ്, ദൈവത്തെ ഭജിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന യോഹന്നാനെയാണ് കണ്ടത്. എങ്ങനെ? അത് ഉറക്കെ അല്ല പ്രാർത്ഥിക്കുന്നത്. മാനസസ്തവൈ എന്നൊരു മനോഹരമായ വാക്കുകൊണ്ടാണ് ദേവസ്യ സാർ ആ ആശയം കുറിക്കുന്നത്. അവിടെ നിശബ്ദ സ്തോത്രങ്ങളാൽ ഈ മനസ്സാ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാനെ കണ്ടുവന്ന് എങ്ങനെയൊക്കെയാണത് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ജാനുഭ്യാം നിശ്ചലം സ്ഥിത്വ. ജാനു എന്ന് വെച്ചാൽ മുട്ടാണല്ലോ. അപ്പോൾ മുട്ടുകുത്തി നിശ്ചലമായി നിന്നുകൊണ്ട് മസ്തകം സ്വമസ്തകം നമ്രം കൃത്വ തൻ്റെ തല കുമ്പിട്ടുകൊണ്ട് നയനേ നിമീലിയ കണ്ണടച്ചുകൊണ്ട്. ഇത് മൂന്നുമുണ്ട്. നോക്കൂ, മുട്ടുകുത്തി നിശ്ചലമായി നിന്നുകൊണ്ടും തല കുമ്പിട്ടുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും മാനസസ്തവൈ മനസാസ്തോത്രം ഉതിർക്കുകയാണ്. ഉറക്കെയൊന്നും പറയുന്നില്ല. മനസാസ്തോത്രം ഉതിർത്തുകൊണ്ട് ദേവം ഭജന്തം മുനിം അപശ്യത് ഈശ്വരനെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ആളെയാണ്, അങ്ങനെയുള്ള യോഹന്നാനെയാണ് ആരാചാര്യ കണ്ടത്. അപ്പോൾ ആരാചാര്യ മുനി കാണുന്നില്ല, അയാൾ പിറകെ കൂടി വന്നാണ് ഈ കാഴ്ച കാണുന്നത്. മുനി ആരാചാര്യ കണ്ടിട്ടില്ല, തുടർന്ന് കാണാനും പോകുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് വികാര തീവ്രത കാണിക്കാനായിട്ടായിരിക്കും. വാക്കുകൾ നിശബ്ദമാകുന്ന എപ്പോഴാണ്, വികാരങ്ങൾ അതുപോലെ അങ്ങ് ജിംപ്രീതമാകുമ്പോഴാണല്ലോ. അതെ അതെ
അപ്പോൾ ഇവിടെ ഇത് ബൈബിളിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. താൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കൃത്യത്തിൻ്റെ ക്രൂരതയോർത്ത് ആരാച്ചാര് കരഞ്ഞുപോയി എന്ന് പറയുന്നൊരു ശ്ലോകമാണ് അടുത്തത് ദേവസ്യ സാർ നിബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ബൈബിളിലില്ല. ഇല്ല ഇല്ല ഇല്ല. മനോഹരമായ കൂട്ടിച്ചേർച്ച. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ദേവസ്യ സാർ പൂർണ്ണതോതിൽ ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. ആരാച്ചാര് കരഞ്ഞുപോയി അത്രേ താൻ ചെയ്യാൻ പോകുന്ന. അതെ അതെ അതെ, അതാണ് ഇത് എഴുതി മതിയാവാതെയാണ്. ഈ 2 സർഗം മാറ്റി വെച്ചിട്ടും ആർക്കും നൽകാത്ത 2 സർഗങ്ങൾ യോഹന്നാന് വേണ്ടി മാറ്റിവെച്ചിട്ടും മതിയാവാതെയാണ് ദേവസ്യ സാറ് തുടർന്ന് മരുഭൂമിയിലെ ഗർജിതം എന്ന പേരിൽ യോഹന്നാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു മലയാള ഖണ്ഡകാവ്യം രചിക്കുകയും അതിന് ഈ ഉള്ളൂര് പോലെയുള്ള മഹാന്മാരായ മഹാകവികളിൽ നിന്ന് MP അപ്പനാകട്ടെ ഒട്ടേറെ മഹാകവികളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രശംസ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാൻ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, താൻ ചെയ്യാൻ പോകുന്ന കൃത്യത്തിൻ്റെ നിഷ്ഠുരതയോർത്ത് ആരാചാര്യ പോലും കരഞ്ഞുപോയി എന്ന് പറയുന്ന അടുത്ത ശ്ലോകം അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. തം വീക്ഷ്യ അസിലതാ പാണി. തം വീക്ഷ്യാസിലതാ പാണി ക്ഷണം തസ്ഥൗ സശങ്കയാ ഘാതകസ്യാസ്യ നേത്രാഭ്യാം പേതുർബാഷ്പോദബിന്ദവഃ. ബാഷ്പോദബിന്ദവഃ പേതുഹു. പേതുഹു ഇറ്റിറ്റ് വീണു, അടർന്നു വീണുവെന്ന ബാഷ്പോദബിന്ദവഃ. ബിന്ദു എന്ന് വെച്ചാൽ തുള്ളി എന്നർത്ഥം. ബാഷ്പം കണ്ണീരാണ്. ഇവിടെ ബാഷ്പോദബിന്ദവഃ. ഉദകം എന്ന് വെച്ചാൽ വെള്ളമാണല്ലോ, ഉദം എന്ന് പറഞ്ഞാലും വെള്ളമാണ്. അപ്പോൾ ബാഷ്പോദബിന്ദവഃ നമുക്ക് കൂടുതൽ പരിചയമായ വാക്ക് ഉദകം എന്ന വാക്കാണ്. ഇവിടെ ഉദം എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ബാഷ്പോദക ബിന്ദവഃ, മറ്റൊരു വാക്ക് ബാഷ്പോദബിന്ദവഃ. കണ്ണീർ തുള്ളികൾ, ബിന്ദു കൂടെ ചേരുമ്പോൾ തുള്ളികൾ കൂടിയുണ്ട്. അപ്പോൾ കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റു വീണുവെന്ന് നേത്രാഭ്യാം കണ്ണുകളിൽ നിന്ന്. ആരുടെ? ഘാതകസ്യാസ്യ, ആ ഘാതകൻ്റെ, ആ ആരാച്ചാരുടെ, ആ കൊലയാളിയുടെ, ആ ആരാച്ചാരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഇറ്റിറ്റു വീണുവെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് കവി പറയുന്നു. തം വീക്ഷ്യ, അയാളെ കണ്ടപ്പോൾ തന്നെ, ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ എന്തു ചെയ്തു അത്രേ? അല്പനേരം അനങ്ങാതെ നിന്നുപോയത്രേ ആരാച്ചാര്. കൃത്യത്തിലേക്ക് കടക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ ശങ്കിച്ചുകൊണ്ട്, താൻ ഈ കൃത്യം ഏറ്റെടുക്കണമോ എന്ന് പോലും ശങ്കിച്ചുകൊണ്ട് തസ്ഥൗ നിലകൊണ്ടുവെന്ന്. ശങ്കയാ തസ്ഥൗ, ഒരു ശങ്കയോടെ നിലകൊണ്ടു. ക്ഷണം തസ്ഥൗ, അല്പനേരത്തേക്ക് അങ്ങനെ തന്നെ നിലകൊണ്ടുവെന്ന്. അപ്പോൾ അയാളുടെ കയ്യിൽ വാളേന്തിയിരിക്കുകയാണ്. അസി ലതാപാണിഹി എന്ന്, ഖഡ്ഗപാണിയായ അയാൾ കയ്യിൽ വാളേന്തിക്കൊണ്ടാണ് നിൽപ്പ്. എങ്കിൽ പോലും ആ കാഴ്ച കണ്ടിട്ട്, ആ മങ്ങിയ പ്രകാശത്തിൽ യോഹന്നാനെ കണ്ടപ്പോൾ, ആ കാഴ്ച കണ്ടപ്പോൾ, ഈശ്വരനെ മനസ്സാ സ്തോത്രമുതിർത്ത് കൊണ്ട് നിൽക്കുന്ന യോഹന്നാനെ കണ്ടപ്പോൾ, ആ സർവസമ്മതി നേടിയ യോഹന്നാനെ കണ്ടപ്പോൾ ആരാച്ചാര് അല്പനേരത്തേക്ക് ആശങ്കയോടെ നിന്നു. എന്നിട്ട് അയാളുടെ ഇവിടെ ആരാച്ചാരാന്ന് ഓർക്കണേ. അതെ, ആരാച്ചാര. കാരണം ഇതൊക്കെ അയാളുടെ തൊഴിലാണ്. അയാൾ എത്രയോ പേരെ കൊന്നു കാണും, ഇനിയും എത്രയോ പേരെ കൊല്ലാനിരിക്കുന്നു. രാജകൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. എങ്കിൽ പോലും ആ യോഹന്നാന്റെ കാര്യമാകുമ്പോൾ സാധാരണക്കാരെന്തേലും കരയണോ? അതെ, നല്ലൊരു വികാരതീവ്രമായ രംഗമാണ്. അപ്പോൾ ആ ഘാതകന്റെ കണ്ണിൽ നിന്ന് ബാഷ്പബിന്ദുക്കൾ ഇറ്റിറ്റു വീണു എന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് എന്തുകൊണ്ടായിരിക്കാം അയാൾ പോലും കരഞ്ഞു പോയത്? താൻ അങ്ങനെ എഴുതിയല്ലോ, ഒരു ന്യായീകരണം വേണ്ടേ? അപ്പോൾ കവി സ്വയം ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ ചരിതമാണ് കാരണം, മറ്റൊന്നുമല്ല. യോഹന്നാൻ്റെ ആ സർവസമ്മതി നേടിക്കൊടുത്ത ഒരു ചരിതമുണ്ടല്ലോ, ആ ചരിതമാണ് ആരാച്ചാര്യ പോലും കരയാൻ പ്രേരിപ്പിച്ചത്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവ്യാജ സുന്ദരോദന്തം, അദ്ദേഹത്തിൻ്റെ ചരിതത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കവി. അതും നമുക്കായിട്ട് തുല്യ ആലപിച്ചു തരും. അവ്യാജ സുന്ദരോദന്തം അവക്ര പ്രകൃതിം യതിം ബഹുശിഷ്യയുതം സർവേ സ്നാപകം ബഹുമേനിരേ. നോക്കു വച്ചാ, സ്നാപകം ബഹുമേനിരേ, സ്നാപകനെ അങ്ങേയറ്റം മാനിച്ചിരുന്നുവെന്ന്. ആര്? സർവേ, എല്ലാവരും. ഈ സർവസമ്മതി നേടുക അത് എളുപ്പമല്ലല്ലോ. പക്ഷേ ഏതാണ്ടൊരു സർവസമ്മതി തന്നെ യോഹന്നാൻ നേടിയിരുന്നു അത്രേ. അപ്പോൾ എല്ലാവരും ആ യതിയെ, ആ മുനിയെ
ബഹുമേനിരെ അങ്ങേയറ്റം മാനിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയുള്ള മുനിയെ എന്ന കവി വർണ്ണിക്കുകയാണ്. അവ്യാജ സുന്ദരോദന്തം. ഉദന്തം എന്ന് വെച്ചാൽ കഥയാണ്, ചരിതമാണ്. ചരിതം എത്തരം ചരിതമാണ്? അവ്യാജ സുന്ദരമാണ്. അകൃത്രിമമായ സൗന്ദര്യമാണ് ആ ചരിതത്തിന് അവകാശപ്പെടാനുള്ളത്. അകൃത്രിമ സുന്ദരമായ ചരിതത്തോടു കൂടിയവനും അവക്ര പ്രകൃതിം എന്ന്. പ്രകൃതി എന്ന് വെച്ചാൽ സ്വഭാവം. സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. ഒരു വക്രതയറ്റ സ്വഭാവത്തോട് കൂടിയവനാണ്, ഋജുവാണ്. ഒരു ഇങ്ങനെ നേർ എന്ന് പറയുമല്ലോ, നേരുണ്ട് സ്വഭാവത്തിൽ, വക്രതയില്ല, ഒരു വളവില്ല സ്വഭാവത്തിൽ, വക്രതയറ്റ സ്വഭാവത്തോട് കൂടിയവനും. പിന്നെയോ ബഹുശിഷ്യയുതം, ഒട്ടേറെ ശിഷ്യന്മാരോട് കൂടിയവനുമാണ്. അതാണ് എനിക്ക് തോന്നുന്നു, ബാക്കിൻ്റെ വിശേഷണങ്ങളോ അല്ല. ഈ ബഹുശിഷ്യയുതം എന്ന വിശേഷണമായിരിക്കണം ഹേരോദ് രാജാവിനെ ഇത്തിരി ഒന്ന് പിന്നോട്ട് വലിച്ചത്. കാരണം യോഹന്നാനെ അദ്ദേഹം പ്രലോഭനങ്ങൾ കൊണ്ടാണ് വശീകരിക്കുവാൻ അദ്ദേഹം ഉദ്യമിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ, ഭീഷണി കൊണ്ടല്ല. അതിനൊക്കെ കാരണം ഒരു മമതയാവില്ല. ബഹുശിഷ്യയുതം, ഒട്ടേറെ ശിഷ്യന്മാരുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഈശോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ളത് യോഹന്നാനായിരിക്കണമല്ലോ. മത്സരം തന്നെ ഉണ്ടായിരുന്നു ശിഷ്യന്മാരുടെ ഇടയ്ക്ക്. അപ്പോൾ ബഹുശിഷ്യയുതം ആ വിശേഷണം കവി വിട്ടുപോകുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുണ്ടല്ലോ, എന്റെ ശിഷ്യന്മാരനെ ചെയ്യാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞേ അത്രമാത്രം ഒരു വലിയ പ്രതിഭയായിരുന്നു. അതെ അതെ, ഒട്ടേറെ ശിഷ്യന്മാരോട് കൂടിയവനുമായ ആ സ്നാപക മുനി അങ്ങേയറ്റം മാനിച്ചിരുന്നു. എല്ലാവരും മാനിച്ചിരുന്നു. എല്ലാവരും എന്നതിൽ എനിക്ക് തോന്നുന്നു ഹേരോദ് രാജാവും പെടും അല്ലേ. ഈ നന്മയെ ദുഷ്ടന്മാരാണേലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമല്ലോ അവർക്ക്. തുടർന്ന് പറയുന്ന അടുത്ത ശ്ലോകം ഒരു ഹൃദയാവർജകമായ ശ്ലോകമാണ്. അവിടെ ആരാചാര നിലയുറപ്പിച്ചു, അതായത് ആ കൃത്യം ചെയ്യുവാനായിട്ട് നിലയുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കണ്ണൂന്നിക്കൊണ്ട്. പിന്നിലാണ് അദ്ദേഹം, അയാൾ മുന്നിലേക്ക് വരുന്നേയില്ല. മുന്നിലേക്ക് വന്നാൽ ചിലപ്പോൾ അയാൾക്ക് ആ കൃത്യം നിറവേറ്റാൻ പറ്റില്ല എന്ന് തോന്നലാവാം. പിറകിൽ നിന്നുകൊണ്ട്, പരോക്ഷമായി മറഞ്ഞു നിന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കണ്ണൂന്നിക്കൊണ്ട് നിന്നു എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഒരു വ്യക്തമായ വാങ്മയ ചിത്രം, ഒരു ഈ വാഗ്ജാലങ്ങൾ ഒന്നുമേ ഇല്ലാതെ വളരെ സ്വാഭാവികമായി നൽകിയിരിക്കുകയാണ് ദേവസ്യ സാറ് ഇതിലെ ഓരോ ശ്ലോകത്തിലും. അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. അവസന്നോപ്യനുല്ലംഘ്യം സ്മൃത്വാ ഭൂമിപശാസനം പരോക്ഷം സമുനേസ്തസ്ഥൗ തദ്ഗളാബദ്ധലോചനഃ. അപ്പോൾ യോഹന്നാനെ കണ്ടപ്പോൾ അയാൾ തളർന്നുപോയി, മാനസികമായി തളർന്നുപോയി എന്നാണ്. അവിടെ ആ വ്യത്യാസം ദേവസ്യ സാറ് കാണിക്കുകയാണ്. യോഹന്നാന് മാനസികമായ ഒരു തളർച്ചയുമില്ല, ശാരീരികമായ തളർച്ചയാണ്. പരീക്ഷീണ തനുഹു എന്നാണ് യോഹന്നാനെ സംബന്ധിക്കുന്ന വിശേഷണം. കണ്ടോ, സൂക്ഷ്മമായി ആ രണ്ടുപേരുടെയും നിലയെ കവി ഏതാനും വാക്കുകൾ കൊണ്ട് വ്യത്യാസപ്പെടുത്തി കാണിക്കുകയാണ്. പരീക്ഷീണ തനുഹു എന്നായിരുന്നുവല്ലോ മുൻ ശ്ലോകത്തിൽ യോഹന്നാന് നൽകിയ വിശേഷണം, തളർന്ന ശരീരത്തോടു കൂടിയവനെന്ന്. ഇവിടെ സാറ് പറയും വധകഹ ആരാചാര അവസന്നഹ അപി, തളർന്നു പോയെങ്കിലും. അവിടുത്തെ തളർച്ച ശാരീരികമായ തളർച്ചയല്ല, മാനസികമായ തളർച്ചയാണ്. താൻ ചെയ്യാൻ പോകുന്ന കുറ്റകൃത്യത്തെ ഓർത്ത് മാനസികമായി തളർന്നും പോയി. അങ്ങനെ തളർന്നിട്ടും അയാൾ ഓർക്കുകയാണ്, രാജാവിൻ്റെ ശാസന ലംഘിച്ചുകൂടല്ലോ, തൻ്റെ തൊഴിലാണത്. അപ്പോൾ ഭൂമിപശാസനം അനുല്ലംഘ്യം സ്മൃത്വ, ഭൂമിപൻ്റെ രാജാവിൻ്റെ ശാസനം കൽപ്പനയാണത്, അത് അനുല്ലംഘ്യമാണ്, ലംഘിച്ചുകൂടാത്തതാണ്, അത് ലംഘിക്കത്തക്കതല്ല എന്നോർത്തുകൊണ്ട് അയാൾ എന്തു ചെയ്തു അത്രേ? അവിടെ നിലകൊണ്ടു, പരോക്ഷമായി നിലകൊണ്ടു, മറഞ്ഞു നിന്നു. എങ്ങനെ? തദ്ഗളാബദ്ധലോചന, ഗളഹ കഴുത്താണല്ലോ ഗളപദത്തിന്. തദ്ഗളാബദ്ധലോചന എന്നാണ്, ഒരു വലിയ വാക്കാണെങ്കിൽ പോലും നമ്മെ മടുപ്പിക്കാത്ത വാക്കാണ്. മുഖത്ത് നോക്കാനും പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ, തീർച്ചയായും മുമ്പിൽ വന്നു നിന്നാൽ ചിലപ്പോൾ തനിക്ക് ആ ഭൂമിപശാസനം നിറവേറ്റാൻ പറ്റുമോ എന്ന ഒരു ആശങ്കയായിരിക്കുമല്ലോ അതിന് പിറകിലുള്ളത്. അതുകൊണ്ടാണ് പിറകിൽ തന്നെ അയാൾ നിലയുറപ്പിച്ചത്. തദ്ഗളാബദ്ധലോചന, അയാൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കണ്ണൂന്നിക്കൊണ്ട് പരോക്ഷം മറഞ്ഞു നിന്നു. എന്നിട്ട് ഒരു സമയം പാർത്തിരുന്നു.
തൻ്റെ കൃത്യത്തിൽ ഏർപ്പെടുവാനായിട്ട്. ഭൂമിപശാസനം അനുലംഘ്യം സ്മൃത്വ, രാജാവിൻ്റെ കൽപ്പനയാണ്, അത് തൻ്റെ തൊഴിലാണ്, അത് ലംഘിക്കരുതല്ലോ എന്നോർത്തുകൊണ്ട് ഇവിടെ നമ്മെ ആകർഷിക്കേണ്ട ഒരു വാക്ക്, ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു കോൺട്രാസ്റ്റ് 2 വാക്കുകളിലൂടെ ദേവസ്യ സാർ കാണിച്ചു തരികയാണ്. വീണ്ടും നമ്മൾ ദേവസ്യ സാറിൻ്റെ ഒരു മഹാകവി എന്ന രീതിയിലുള്ള വലിയ ഉന്നതമായൊരു പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. അതെ അതെ. അപ്പോൾ ഇത് മഹാകവി ഉള്ളൂർ നേരത്തെ പ്രവചിച്ചതാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് 1941 ഉള്ളൂരിൻ്റെ മറുപടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഈ കൃതി എഴുതുന്നത് 77-ലാണ്. അതിന് ഏകദേശം എത്ര വർഷം? 36 വർഷം അതിനുശേഷമാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്. അപ്പോൾ പക്ഷേ പണ്ടേ അതായത് 41-ാമത്തെ 1941 തന്നെ 9/12 ക്രിസ്മസ് കാലത്ത് എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ശാരദാ നികേതൻ, ജഗതി, ട്രിവാൻഡ്രം. റാവു സാഹിബ്, മഹാകവി, സാഹിത്യഭൂഷണ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹത്തിന് എഴുതിയ ഒരു ആശംസയല്ല, സാർ അന്ന് കവിതയിലാണ് അങ്ങോട്ട് കത്തെഴുതി. അത് പദ്യത്തിൽ എഴുതിയ കത്തിന് ാണ് മറുപടി കൊടുത്തത്. അന്നേരം ഇതിന്റെ മറുപടി കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അതായത് ഉള്ളൂരിന് ദേവസ്യ സാറ് പദ്യത്തിൽ എഴുതിയ ഒരു കത്തിന് ഉള്ളൂര് നൽകിയ മറുപടിയാണ്. ഇത് നടക്കുന്നത് 41-ലാണ്. അതിന് എത്രയോ നടത്തുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ദേവസ്യ, അപ്പം സാർ ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഉള്ളൂരിനാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ്, അർത്ഥപൂർണമാണ്. സമർപ്പണം. എന്നെ പുത്രനിർവിശേഷം സ്നേഹിച്ചിരുന്ന മഹാകവി ഉള്ളൂർ അവറുകളുടെ പാവന സ്മരണയ്ക്ക്. അപ്പോൾ ഒരു മകനെ വിളിക്കുന്നവരെയാണ് പ്രിയപ്പെട്ട ദേവസ്യ. അച്ഛനെ എഴുതിയിട്ടുള്ളൂ. അയച്ച പദ്യലേഖനം വന്നു ചേർന്നു. വളരെ സന്തോഷമായി. ഇത്രയും കവിതാവാസനയുള്ള ഒരാൾ വെറുതെ ഇരിക്കരുത്. അതാ പറഞ്ഞത്. പുത്രനെ പിതാവ് പ്രോത്സാഹിപ്പിക്കുന്നവരോട് പ്രോത്സാഹിപ്പിച്ചിരിക്കും. 1941 മുറയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നാൽ അജിരേണ അത്യുന്നതമായൊരു പദത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ സാർ എത്തിച്ചേരുകയും ചെയ്തു. അതൊരു പ്രവചനമായി കവിക്ക് കവിയെ മനസ്സിലാക്കാൻ പറ്റിയ ഉള്ളൂരിന്റെ പണ്ടേ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഒരു കാര്യമാണ്, ഇത്രമാത്രം ഈ വഴിക്ക് സാധകം ചെയ്തിട്ടുള്ള നിങ്ങൾ എന്തിന് ഭീരുവാകണം? അതിൻ്റെ ആവശ്യം അശേഷമില്ല. അത്രേ ഉള്ളൂ. ഏതാനും വാക്കുകളേ ഉള്ളൂ. കൊള്ളുന്ന വാക്കുകളാണ്, മാത്രമല്ല യാഥാർത്ഥ്യമായി തീർന്ന വാക്കുകളും. അതായത് കവിക്ക് കവിയെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, സാറിൻ്റെ കീഴിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ മഹാകവി ഉള്ളൂരിനെ കുറിച്ച് സാർ വളരെ വികാരവായ്പോടെ സംസാരിക്കാൻ. മാത്രമല്ല മഹാകവി ഉള്ളൂർ നമ്മുടെ സാഹിത്യ ചരിത്രം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാന്ന് തോന്നുന്നു. സാറിനെ വിട്ട് അന്വേഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നടത്ത് ഇന്ന കവി ജീവിച്ചിരുന്ന, അല്ല ഇന്ന സ്മാരകം അവിടെയുണ്ട്, സാറിനെ വിടും, അവിടെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അപ്പം സാറ് പറഞ്ഞൊരു കാര്യം, ഈ അദ്ദേഹം വേറെ വലിയ ജോലിക്കിടയ്ക്കാണ് ചെയ്യുന്നത്. സാറ് പറയുന്നത് ഉള്ളൂർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. തീർച്ചയായും അങ്ങനെയാണ് ഒരാൾക്ക് മാത്രമേ അത് എഴുതാൻ പറ്റൂ. വേറെ ജോലിക്കിടയ്ക്കാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ജോലിക്കിടയ്ക്കാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നു, ഇത്ര മനോഹരമായിട്ട് എഴുതിയ ഈ സാറിനെ നേരത്തെ ഈ ഉള്ളൂർ മനസ്സിലാക്കുകയും ഒരു പിതാവ് പുത്രനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും. തുടർന്ന് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അവിടെ കൃത്യത്തിലേക്ക് കടക്കുകയാണ് ആരാച്ചാര്. അപ്പോൾ അവിടെ ദേവസ്യ സാറ് പറയുന്ന ഒരു വാചകമുണ്ട്. അവിടെ നിലം പതിച്ചത് മുനിയുടെ ശിരസ്സല്ല, ധർമ്മത്തിൻ്റെ ശിരസ്സാണ്. ഈ അധ്യായത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കായ തുല്യാപദ്യം ആലപിച്ചു തരും. ഹാ ഹാ മുനിശിരഹ എന്നാരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്, ആ നിഷ്ഠുര കൃത്യത്തെ വിവരിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. ഹാ ഹാ മുനിശിരഃ ഗഡ്ഗസ്യ ഏകാഘാതാത് പതത്യധഃ ന മുനേഃ കിന്തു ധർമ്മസ്യ ശിരഃ പതതി പാവനം. നോക്കൂ, ഹാ ഹാ എന്നാണ് ശ്ലോകം ആരംഭിക്കുന്നത്. അയ്യയ്യോ എന്ന്. മുനിശിരഃ ഖഡ്ഗസ്യ ഏകാഘാതാത് അധഃ പതതി. മുനിയുടെ ശിരസ് വാളിൻ്റെ ഒറ്റ വെട്ടിനാൽ താഴേക്ക് വീഴുന്നുവെന്ന്. ഇവിടെ അധഃ പതതി എന്നാണ്, ഈ വർത്തമാനകാല പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. കവി അധഃ പതതി, കൺമുമ്പിൽ താൻ കാണുന്നത് പോലെ
പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും പോലെ പാസ്റ്റ് ടെൻസിലല്ല, ഭൂതകാലത്തിലല്ല പ്രയോഗം. അപതത് എന്നല്ല പ്രയോഗിച്ചത്, അഥഹ പതതി, താഴെ വീഴുന്നുവെന്ന്, വീണിട്ടില്ല എന്നുകൂടി ഓർക്കണം. കാരണം അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിലെ കവി പറയുകയും ചെയ്യും, താഴെ വീഴുന്നു, വീണുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈ പ്രസന്റ് ടെൻസിലെ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് എന്ന് പറയുമല്ലോ, ഭൂതകാലത്തെ നമ്മളിങ്ങനെ ഈ വർത്തമാനകാലത്തിൽ അവതരിപ്പിക്കും. അതെ അതെ, തീർച്ചയായും നല്ലൊരു ഉദാഹരണമാണ്. അതെ. അപ്പോൾ കവി തുടർന്ന് പറയും, ഇവിടെ വീഴുന്നത് മുനിയുടെ ശിരസ്സല്ല, ധർമ്മത്തിൻ്റെ ശിരസ്സാണ്. ന മുനേഹേ കിന്തു ധർമ്മസ്യ പാവനം ശിരഹ പതതി. മുനിയുടെ അല്ല, പിന്നെയോ ധർമ്മത്തിൻ്റെ പാവനമായ പവിത്രമായ ശിരസ്സാണ്, തലയാണ് താഴേക്ക് വീഴുന്നത് എന്ന്. അപ്പോൾ രണ്ട് ക്രിയാപദങ്ങളും തന്നെ ഒന്നാണ്, പദ്ധതിയാണ്, രണ്ടിടത്തും പദ്ധതിയാണ്, രണ്ടും വർത്തമാന കാലത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതിനൊരു സാങ്കത്യം കൂടിയുണ്ട്, അത് അടുത്ത ശ്ലോകത്തിൽ വെളിവാവുകയും ചെയ്യും. എന്തുകൊണ്ട് കവി അപതത് എന്ന് പ്രയോഗിക്കാതെ പദ്ധതി വീഴുന്നു, ഇതാ വീണുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിൽ മുമ്പിലൊരു ചിത്രം വരച്ചു കാട്ടുകയാണ്, ഒരു ലൈവായിട്ട് മുമ്പിൽ ഇങ്ങനെ വീഴുന്നു, അതിനുവേണ്ടി മാത്രമോ കവി ഇവിടെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്, അതായത് ഈ വർത്തമാനകാലം പ്രയോഗിച്ചത് അല്ല എന്ന് വേണം കരുതുവാൻ. ഒരു കാരണം കൂടിയുണ്ട്, അതിന് സാങ്കത്യമുണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ആ സാങ്കത്യം വെളിവാക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭൂസ്പർശാത് പൂർവം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് അതുല്യ നമുക്കായിട്ട് അത് ആലപിച്ചു തരും. ഭൂസ്പർശാത് പൂർവമാലംബ്യ കരേണ ധ്രിയതേ ശിരഃ ഘാതകേന ജനാരാധ്യം ദുസ്വപ്നോപി നൃപസ്ത്രിയാഃ. അപ്പോൾ അച്ഛാ പറഞ്ഞല്ലോ, ഒരു സാങ്കത്യമുണ്ട്. എന്തുകൊണ്ട് ദേവസ്യ സാറ് മനഃപൂർവ്വം അപതത് എന്ന ഭൂതകാല പ്രയോഗം ചെയ്യാതെ ഈ പ്രസന്റ് ടെൻസിൽ വർത്തമാനകാലത്തിൽ പദ്ധതി എന്ന വാക്ക് പ്രയോഗിച്ചത്? ഒരു സാങ്കത്യം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴേക്ക് വീഴും മുൻപേ ആരാച്ചാര് ആ ശിരസ് കൈകൊണ്ട് താങ്ങിപ്പിടിച്ചു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. കരേണ ആലംബിയ ധ്രിയത്തെ എന്ന ഭൂസ്പർശാത് പൂർവം, നിലം തൊടുന്നതിന് മുൻപ്. കാരണം ആ ശിരസ് അത്രമാത്രം ആരാധ്യമാണ്. അതിന് കാരണമുണ്ട്, ആ വാക്ക് പറയുന്നു, ആരാധ്യമാണ്. ആരാധ്യമാണ്, ജനാരാധ്യമാണ് ആ ശിരസ്. അപ്പോൾ ജനാരാധ്യം തത് ശിരഃ, ജനങ്ങൾക്ക് ആരാധ്യമായ ആ ശിരസ് അത് നിലം പൊത്താൻ ആരാച്ചാർ വിട്ടില്ല. ആരാച്ചാര് അത് കൈകൊണ്ട് താങ്ങിപ്പിടിച്ചുവെന്ന് ഭൂസ്പർശാത് പൂർവം, നിലം പൊത്തുന്നതിന് മുൻപ്. കവി ഒരു വാക്കുകൾ, ഏതാനും വാക്കുകൾ കൂടി എഴുതി ചേർക്കുന്നുണ്ട്. നൃപസ്ത്രീയാഃ ദുസ്വപ്നഃ അപി. രാജ്ഞിക്ക് ഒരു ദുസ്വപ്നമായിരുന്നുവെങ്കിലും, രാജപത്നിക്ക് ഹേരോദിയാക്ക് ആ ശിരസ്സൊരു ദുസ്വപ്നമായിരുന്നുവെങ്കിലും, ജനാരാധ്യം, ഏതാണ്ട് എല്ലാ ജനങ്ങളും ആരാധിക്കുന്ന, ജനങ്ങളെല്ലാവരും ആരാധിക്കുന്ന ആ ശിരസ് ആരാച്ചാര് നിലം പൊത്തുന്നതിന് മുൻപേ താങ്ങി പിടിച്ചത് കൊണ്ടാണ് ദേവസ്യ സാർ അപതത് എന്ന് പറഞ്ഞില്ല. അപതത് എന്ന് പറഞ്ഞാൽ വീണു എന്നർത്ഥമാവുമല്ലോ, വീണില്ലല്ലോ. വീഴാൻ പോകുമ്പോൾ നിലം തൊടുന്നതിന് മുൻപേ ആരാച്ചാര് തൻ്റെ കൈകൊണ്ട് ആ അതിപാവനമായ ശിരസ്, ജനാരാധ്യമായ ശിരസ് കൈകൊണ്ട് താങ്ങി പിടിച്ചു എന്ന ഒരു മനോഹരമായ, ഒരു വ്യത്യസ്തമായ ആശയമാണ് നമ്മൾ ഇന്നോളം കാണാത്ത, ബൈബിളിൽ വായിക്കാത്ത. നിരീക്ഷണം നല്ല നിരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചില്ല, താഴെ വീണില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സാറ് വളരെ വിദഗ്ധമായിട്ട് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നു. ആരാച്ചാരെ സാറ് രക്ഷിക്കുന്നുണ്ട്. ആരാച്ചാര്യ കൃത്യം നിർവഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനവും കാണിക്കുന്നുണ്ട്, അല്ലേ? ഒരു രാജകൽപ്പന ലംഘിക്കാൻ പറ്റത്തില്ല. അതേസമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും ശിരസ് താങ്ങി പിടിച്ചുകൊണ്ട് കാണിക്കുന്നുമുണ്ട്. അതെ അതെ. ഇപ്പോൾ ദേവസ്യ സാർ എന്ന മഹാകവിയെ വെളിപ്പെടുത്തുന്ന ഒരു സർഗമാണ് നമ്മൾ വായിച്ചത്, നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതും. അപ്പോൾ ചില സർഗങ്ങളിൽ ദേവസ്യ സാർ എന്ന വിവർത്തകനെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂവെങ്കിൽ ഈ സർഗത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ ദേവസ്യ സാറിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സർഗമാണ്. അതിലെ ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മെ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്നവയുമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.